ഇപ്പോഴത്തെ ഒരു പ്രകടനം? ഇപ്പോഴത്തെ എല്ലാം വാഴകളാ, ഫുള്ള് വാഴ, അട്ടർ വാഴ. ആരിലാണ് പ്രതീക്ഷ? അനീഷില് കുറച്ച് പ്രതീക്ഷയുണ്ട്, പിന്നെ ചിലപ്പോൾ മാദില നൂറ, അറിയില്ല, ചിലപ്പം അവരാരെങ്കിലും ആയിരിക്കും. പക്ഷെ ഒരു 6 വരെയുള്ളൊരു കിട്ടുന്നൊരു ഹാപ്പിനെസ് ഒന്നും ഇല്ല 7-ൽ. ഫുള്ള് വാഴയാണ് വെച്ചാൽ നമ്മൾ ഈ 6 വരെ പ്രതീക്ഷിക്കുന്ന ഒരു കണ്ടന്റ് ഒന്നുമില്ല. വെറുതെ അടി കൂടുന്നു, ദോശയില്ല, ദോശയ്ക്ക് വട്ടം കുറഞ്ഞു പോയി, ദോശേൻ്റെ കുഴി കുറഞ്ഞു പോയി, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി കിളമ്പിക്കോണുണ്ട്. അവർക്ക് കണ്ടന്റ് ഇല്ല. അതിപ്പോൾ എന്തെങ്കിലുമൊക്കെ കിച്ചണിൽ എന്തെങ്കിലും കാര്യം, അല്ലെങ്കിൽ തുണി മുകളിലേക്ക് ഇട്ടിനി ആനൊക്കെ പറഞ്ഞിട്ടുള്ള, അല്ലാതെ വലിയ ഗുണമില്ല. അനുമോൾ എന്തോടെ അല്ല, പുള്ളിക്കാരി ഇടയ്ക്ക് പറയുന്നില്ല ഞാനിവിടെ റേറ്റിംഗിന് ബിഗ് ബോസിന് റേറ്റിംഗ് ഉണ്ടാക്കാനാണ് നിൽക്കുന്നത്. വെറുതെ ബിഗ് ബോസ് അങ്ങനെയൊന്നും അല്ലല്ലോ. ആരാണോ നല്ല കോണ്ടന്റ് കൊടുക്കുന്നത് അവരനുസരിച്ചിട്ടായിരിക്കും. പറയാൻ പറ്റത്തില്ല, ചിലപ്പം ടോപ്പ് 5-ലൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അനുമോൾ. കാരണം നോമിനേഷനൊന്നും വരാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും വലിയ വാഴകളാണ് അവിടെ ഉള്ള, വാഴയേക്കാളും വലിയ വാഴകളാണ് അവിടെ കയറിയിട്ടുള്ളത്. എന്തിനാന്ന് അറിയത്തില്ല ഈ വാഴകൾ. ഇപ്രാവശ്യത്തെ കാസ്റ്റിംഗ് ആരാ ചെയ്തെന്ന് അറിയില്ല. ഭയങ്കര ബോർ. ചന്തയാ ചന്ത മസ്താനിയുടെ ലാംഗ്വേജ് കണ്ടില്ല, ഭയങ്കര ബോറാണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ ഒരാൾ പുറത്ത് പോകുമ്പോൾ എന്തായാലും എത്ര വൈരാഗ്യമൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒരാൾ പുറത്ത് പോകുന്ന സമയത്ത് ഒരിക്കലും അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്തായിക്കട്ടെ, പുറമേലേക്കെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അത് പുള്ളിക്കാർ ഭയങ്കര അതിൻ്റെ ആവശ്യമില്ല, വെറുതെ ഓരോന്ന് കാണിച്ചു കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് 8-ലെങ്കിലും നല്ല കണ്ടസ്റ്റന്റ് വരട്ടെ എന്നാണ്. എനിക്കങ്ങനെ പ്രതീക്ഷകളൊന്നുമില്ല. ഞാൻ പറഞ്ഞ മൊത്തത്തിൽ വാഴകളാണ്. എനിക്ക് വലിയ പ്രതീക്ഷകളൊന്നുമില്ല. പിന്നെ ചിലപ്പം എനിക്കൊന്ന് കമൻസ് ഒക്കെ കണ്ടിട്ട് അനീഷ് കയറുമെന്ന് പറയുന്നുണ്ട്. സുഖമല്ലേ? താങ്ക് യു.